തിരുമൂലദേവന്റെ തിരുമന്ത്രം 7ാം തന്ത്രത്തിലെ ആദ്യത്തെ നിലയിലെ അടുത്ത ചില പാഠങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. നേരറിവന്നതത്രേ പേരൊളിയായി നിൽക്കും, പേരറിയാത്തതിനാൽ ഭുവനങ്ങൾ വരും പോകും, ദിക്കറിയാത്തതിനാൽ ദിക്കുകളെയായും ഇത് നിൽക്കുന്ന സത്യത്തിനെ ആരറിഞ്ഞിടൂ മന്നിൽ. ഈ സത്യത്തിനെ, ശിവസത്യത്തിനെ, ശിവസൂര്യനെ ആരാണ് ഈ ലോകത്തിൽ അറിയുന്നത്? ശിവസൂര്യൻ എന്ന മഹാസത്യത്തെ ഈ ഉലകത്തിൽ അറിയുന്നവർ വളരെ ചുരുക്കമാണ്. കുറച്ചു പേർക്ക് മാത്രമേ ഈ ജ്ഞാനസൂര്യനെ കുറിച്ചുള്ള അറിവുള്ളൂ. നോക്കൂ, നേരറിവെന്നതത്രേ പേരൊളിയായി നിൽക്കും. നേരറിയുന്നവർ മാത്രമേ ഈ പേരൊളിയെ മനസ്സിലാക്കുകയുള്ളൂ. അപ്പോൾ ജ്ഞാനം, അറിവ് നേടിയവർ, എങ്ങനെയുള്ള അറിവ്? നേരറിവ്, ശരിയായ അറിവ്, ജ്ഞാനം. ആ ശരിയായ ജ്ഞാനം നേടിയവർക്ക് മാത്രമേ ഈ ആത്മസൂര്യനെ തിരിച്ചറിയാൻ കഴിയൂ. ഈ ശിവസൂര്യനെ, ഈ ജ്ഞാനസൂര്യനെ അറിയണമെങ്കിൽ ജ്ഞാനശക്തി ഉണ്ടായിരിക്കണം, നേരറിവ് ഉണ്ടായിരിക്കണം. നേരറിവുള്ള ഒരാൾക്ക് മാത്രമേ ഈ ശിവസത്യത്തെ, ശിവസൂര്യൻ എന്ന ആ ജ്ഞാനസൂര്യനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. പേരറിയാത്തതിനാൽ ഭുവനങ്ങൾ വരും പോകും. അനേകം ഭുവനങ്ങളുണ്ട്. 14 ലോകങ്ങളുണ്ട്. ആ ലോകങ്ങളിൽ താമസിക്കുന്ന ഭൂരിപക്ഷം പേർക്കും എന്തറിയുന്നില്ല? ഈ ശിവസൂര്യനെ, ഈ ജ്ഞാനസൂര്യനെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. അപൂർവം പേർക്ക് മാത്രം, ജ്ഞാന ഒളി ലഭിച്ച അപൂർവം പേർക്ക് മാത്രമേ ഈ ശിവസൂര്യനെ, ഈ ജ്ഞാനസൂര്യനെ തിരിച്ചറിയാൻ കഴിയൂ. ദിക്കറിയാത്തതിനാൽ ദിക്കൊളിയായി ഇത് നിൽക്കുന്ന സത്യം ഇതിനെ ആരറിഞ്ഞിടൂ. ദിക്കിന്റെ മുഴുവനും, എല്ലാ ദിക്കുകളെയും, അഷ്ടദിക്കുകളുടെയും ഒളിയായി, പ്രകാശമായി നിൽക്കുന്നത് ഈ സൂര്യ തേജസ്സത്രേ. ഈ സൂര്യഭഗവാനാണ് അഷ്ടദിക്കുകളെയും പ്രകാശിപ്പിക്കുന്നത്. 8 ദിക്കുകളെയും പ്രകാശിപ്പിക്കുന്ന ജ്ഞാനസൂര്യനാണ്, ശിവസൂര്യനാണ് ഈ ആദിത്യൻ. അതുകൊണ്ട് ആദിത്യനെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നേരറിവ് നേടണം. നേരറിവ് എന്നുള്ള ജ്ഞാനം, യഥാർത്ഥ ബോധമുള്ളവർക്ക് മാത്രമേ, ബോധം സിദ്ധിച്ചവർക്ക് മാത്രമേ, ജ്ഞാനോദയം സിദ്ധിച്ചവർക്ക് മാത്രമേ ഈ ജ്ഞാന സൂര്യനെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. 14 ലോകങ്ങളിലും അഷ്ടദിക്കുകളിലും എല്ലാം തന്നെ പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് സൂര്യഭഗവാൻ വിരാജിക്കുന്നു. പക്ഷെ ആ സൂര്യഭഗവാന്റെ യാഥാർത്ഥ്യം അറിയുന്നവർ വളരെ ചുരുക്കം പേരാണ്. അതായത് ശിവസൂര്യനെ അറിയുന്നവർ വളരെ വളരെ ചുരുക്കമാണ് ഈ പ്രപഞ്ചങ്ങളിൽ എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ശിവസൂര്യന്റെ ജ്ഞാനപ്രകാശത്തെ ഉൾക്കൊള്ളാൻ കഴിയൂ. ആ ജ്ഞാനപ്രകാശം എങ്ങനെ ഉൾക്കൊള്ളണമെന്ന് തിരുമൂലദേവൻ തിരുമന്ത്രത്തിലെമ്പാടും വിശദീകരിക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്കൂ. കടം തോറും കാണും സൂര്യനെ, അതിനുള്ളിൽ അടങ്ങുവാൻ മുടി വച്ചാൽ അടങ്ങിയിടുന്നുണ്ടോ? ജഡങ്ങളിൽ കൂടി തോന്നും ബ്രഹ്മത്തെ അവയ്ക്കുള്ളിൽ അടക്കുവാൻ ശ്രമിച്ചാലും ഈ ഫലം തന്നെയുണ്ടാ. അപ്പോൾ സൂര്യന്റെ തേജസ്സിനെ അടക്കി വയ്ക്കാൻ, സൂര്യപ്രകാശത്തെ അടക്കി വയ്ക്കാൻ ആർക്കാണ് കഴിയുക? കടം തോറും കാണും സൂര്യനെ. അതായത് അനേകം കുടങ്ങളിൽ ജലം നിറച്ചു വയ്ക്കുക. ആ കടങ്ങളിൽ, ആ കുടങ്ങളിലെ ജലത്തിൽ സൂര്യൻ പ്രതിബിംബിച്ചു നിൽക്കും. അതിനെ മൂടി വച്ചാൽ, ആ സൂര്യപ്രതിബിംബത്തെ ഏതെങ്കിലും പാത്രം കൊണ്ട് മൂടി വച്ചാൽ ഒരിക്കലും സൂര്യന്റെ തേജസ് ഇല്ലാതാകുന്നില്ല. വളരെ മനോഹരമായ
ഉപനിഷത്തുകൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരലങ്കാര കൽപ്പന തന്നെയാണ് ഇവിടെ തിരുമൂലദേവൻ നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതായത് അനേകം കുടങ്ങൾ, അതിൽ നിറയെ വെള്ളം നിറച്ചു വച്ചിരിക്കുന്നു. ആ വെള്ളത്തിൽ സൂര്യൻ്റെ പ്രതിബിംബം ഓരോ കുടത്തിലും ഓരോ സൂര്യപ്രതിബിംബമായി പ്രതിബിംബിക്കുന്നു. ഈ സൂര്യപ്രതിബിംബത്തെ വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാത്രം കൊണ്ടും മറച്ചു വയ്ക്കാം. പക്ഷേ സൂര്യൻ്റെ യഥാർത്ഥ പ്രകാശത്തെ ഒരിക്കലും മറച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ കുടത്തിലെ സൂര്യനെ മറയ്ക്കാം, പക്ഷേ അതേസമയം പ്രപഞ്ചത്തിലെ സൂര്യനെ ഒരു കാരണവശാലും മറയ്ക്കാൻ പറ്റില്ല. അതാണ് പറയുന്നത്. വ്യക്തിയുടെ ഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഈ സൂര്യഭഗവാനെ, സൂര്യ തേജസ്സിനെ ആ വ്യക്തിക്ക് മറച്ചു വെക്കാൻ പറ്റും. പക്ഷെ പ്രപഞ്ചത്തിൽ എക്കാലവും ഇന്നും പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് പരിലസിക്കുന്നതാണ് സൂര്യദേവൻ. ആ സൂര്യദേവന്റെ പ്രകാശത്തെ ആർക്കും തടഞ്ഞു നിർത്താനാവില്ല. ജഡങ്ങളിൽ കൂടി തോന്നും ബ്രഹ്മത്തെ അവയ്ക്കുള്ളിൽ അടക്കുവാൻ ശ്രമിച്ചാലും ഈ ഫലം തന്നെ ഉണ്ടാവും. ഇപ്പൊ ജഡം, ഒരാളുടെ ശരീരത്തിൽ സൂര്യൻ പ്രകാശിക്കുന്നു. ആ സൂര്യനെ അയാൾക്ക് വേണമെങ്കിൽ മറച്ചു വയ്ക്കാം. പക്ഷെ ആ സൂര്യദേവൻ അപ്പോഴും അയാളുടെ ജഡത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ സൂര്യൻ എപ്പോഴും പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. അതായത് നമ്മുടെ ഹൃദയത്തിൽ സൂര്യശിവൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. വ്യക്തി എന്ന നിലയിൽ നമുക്കതിനെ കണ്ടില്ലെന്ന് നടിക്കാം, അല്ലെങ്കിൽ ആ ദിവ്യപ്രകാശത്തെ മറച്ചു വയ്ക്കാം. പക്ഷെ എന്നിരുന്നാലും സൂര്യൻ ആ പ്രകാശത്തെ നമ്മുടെ ശരീരത്തിലും മനസ്സിലും പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനെ തടഞ്ഞു നിർത്താൻ വ്യക്തിക്ക് കഴിയില്ല. വ്യക്തിക്ക് ബോധപൂർവം ആ സൂര്യ തേജസ്സിനെ ഏതെങ്കിലും പാത്രം കൊണ്ട്, അതായത് പഞ്ചേന്ദ്രിയങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ഈ സൂര്യ തേജസ്സിനെ കാണാതെ മറച്ചു വെക്കാൻ കഴിയും വ്യക്തിക്ക്. പക്ഷെ എന്നാലും വ്യക്തിയുടെ ഉള്ളിൽ എപ്പോഴും ഈ സൂര്യഭഗവാൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ പ്രകാശത്തെ കണ്ടറിയുക മാത്രം വ്യക്തി ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു ദുരന്ത ഭാവത്തെയാണ് തിരുമൂലദേവൻ പറയുന്നത്. എല്ലാവരുടെയും ഹൃദയത്തിൽ ശിവസൂര്യൻ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ പലരും അത് മൂടി വച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അജ്ഞത അനുഭവിക്കുന്നു. ഈ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ മാറ്റിയാൽ മാത്രം മതി. അപ്പോൾ ഈ അന്ധകാരമാകുന്ന മൂടുപടത്തെ, ആ ഇരുട്ടാകുന്ന മനസ്സിൻ്റെ ഇരുട്ടാകുന്ന, അല്ലെങ്കിൽ ആ ത്രിമലങ്ങൾ, 3 മലങ്ങൾ, ആണവം കർമ്മം മായ, ഈ 3 മലങ്ങളെയും മാറ്റിയാൽ ആ ആത്മസൂര്യൻ്റെ പ്രകാശത്തെ നമുക്ക് കാണാൻ കഴിയും. എപ്രകാരമാണ് ഒരു അടുപ്പിൽ അഗ്നിയുള്ളത്, ആ അഗ്നിയെ ചാരം മൂടിയിരിക്കുന്നത്, അതേപോലെ ഈ മലങ്ങളാകുന്ന ചാരം നമ്മുടെ ഹൃദയത്തിലെ സൂര്യനെ മൂടിയിരിക്കുന്നു. ആ ചാരം മാറ്റുക മാത്രം ചെയ്താൽ മതി, ആ മലം മാറ്റുക മാത്രം ചെയ്താൽ മതി. അതോടെ സൂര്യ തേജസ്, ശിവ തേജസ് നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും. അപ്പോൾ ഒരാളുടെ ഉള്ളിലെ ശിവ തേജസ്സിനെ അയാൾക്ക് അനുഭവപ്പെടുത്താൻ വളരെ എളുപ്പമാണ്. അതായത് ഈ 3 മലങ്ങളെ, ആണവം കർമ്മം മായ, ഈ 3 മലങ്ങളാകുന്ന ചാരത്തെ മാറ്റുക മാത്രം ചെയ്താൽ മതി. ആ മാറ്റാൻ വേണ്ടിയുള്ള, ആ ചാരത്തെ മാറ്റാനുള്ള വിദ്യയാണ് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യഭിജ്ഞയാണ്. അതുകൊണ്ടാണ് കാശ്മീര ശൈവീസത്തിൽ പ്രത്യഭിജ്ഞാവാദത്തിന് വളരെ പ്രസക്തിയുള്ളത്. പ്രത്യഭിജ്ഞ എന്ന് വെച്ചാൽ തിരിച്ചറിയുക. ഈ സൂര്യപ്രകാശം മറഞ്ഞിരിക്കുകയാണ്, ഇരുട്ടുകൊണ്ട് മറഞ്ഞിരിക്കുകയാണ്, മലം കൊണ്ട് മറഞ്ഞിരിക്കുകയാണ്. ആ മലത്തെ മാറ്റുമ്പോൾ സൂര്യപ്രകാശത്തെ നമുക്ക് വ്യക്തമായി തെളിഞ്ഞു കിട്ടും. അതോടെ ശിവ തേജസ്സിൽ, ശിവസൂര്യനിൽ നമുക്ക് അലിഞ്ഞു ചേരാൻ കഴിയും. അതോടെ വ്യക്തി ശിവനായി മാറുന്നു, ശിവോഹം എന്ന അവസ്ഥയിലേക്ക് മാറുന്നു. ഇതാണ് തിരുമൂലദേവൻ ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ. താനേ അഗ്നിത്രയങ്ങൾ 3 ഒന്നായി നിൽക്കും, താനേ ബ്രഹ്മാവും വിഷ്ണുവും താനും ഒന്നായി നിൽക്കും,
താനേ തന്നുടലും ഉയിരും ഭേദമായിരുന്നിടും. താനേ ഇരുട്ടായി മാറ്റുന്ന അല്ലിനെ പകലിനെയും പകലിനെയും മാറ്റുന്നു. ഇരുട്ടും വെളിച്ചവുമില്ലാത്ത നിത്യപ്രകാശമാനമായ ഒരു ശിവലോകത്തിലേക്ക്, ഒരു സൂര്യലോകത്തിലേക്ക് നമ്മെ ഈ സാധന കൊണ്ടെത്തിക്കുമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ നമുക്ക് ഇരുട്ടും വെളിച്ചവും അനുഭവപ്പെടുന്നു. പക്ഷേ ശിവതേജസ് കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും പ്രകാശത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്നവനായി മാറും. താനേ അഗ്നിത്രയങ്ങൾ മൂന്നും ഒന്നായി നിൽക്കും. അഗ്നിത്രയങ്ങൾ ഏതൊക്കെയാണ്? സൂര്യൻ, ചന്ദ്രൻ, അഗ്നി. ഈ 3 അഗ്നിത്രയങ്ങളും ഒരുമിച്ച് നിൽക്കുകയാണ് ആരിൽ? ശിവസൂര്യനിൽ. ശിവനാകുന്ന സൂര്യനിൽ ശിവതേജസ്സും അതേപോലെ തന്നെ സൂര്യ തേജസ്സും അതേപോലെ ചന്ദ്ര തേജസ്സും അതേപോലെ അഗ്നി തേജസ്സും 3 തേജസ്സുകളും ഒരുമിച്ച് കൂടിയതാണ് ഈ ശിവസൂര്യൻ. അത് ബ്രഹ്മാവായും വിഷ്ണുവായും പിരിഞ്ഞു നിൽക്കുന്നു. പിന്നീട് ഈ ശിവസൂര്യൻ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരായി തിരിയുന്നത്. അപ്പോൾ ബ്രഹ്മാവെന്നതും വിഷ്ണു എന്നതും രുദ്രൻ എന്നതും ഈ ശിവസൂര്യനിൽ നിന്ന് ജനിച്ചതാണ്. അപ്പോൾ ശിവസൂര്യൻ തന്നെയാണ് ബ്രഹ്മ വിഷ്ണു രുദ്രന്മാരായി 3ആയി തിരിയുന്നത്. താനേ തന്നുടലും ഉയിരും ഭേദമായിരുന്നിടും. ഉടലും ഉയിരും എല്ലാം തന്നെ ഈ ശിവസൂര്യനത്രേ. ഇരുട്ടിനെയും അതേപോലെ തന്നെ വെളിച്ചത്തെയും മാറ്റി നിത്യപ്രകാശത്തെ പ്രദാനം ചെയ്യുന്ന ശിവസൂര്യനാണ് ഈ ആത്മസൂര്യൻ. ഈ ആദിത്യനില ഏതാണ് എന്ന് തിരിച്ചറിയുന്നവർക്ക് എപ്പോഴും രാത്രിയും പകലുമറ്റ ഒരിടത്താണ് അവർ താമസിക്കുന്നത്. ഇത് ഭഗവത്ഗീതയിൽ ഈ ഭാഗം അർജുനൻ വിവരിക്കുന്നുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. 11-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ്. നമുക്കതൊന്ന് നോക്കാം. അർജുനൻ പറയാണ്, അനാദി മധ്യാന്തം അനന്തവീര്യം അനന്തബാഹു ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുദാക്ഷവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. 19-ാമത്തെ ശ്ലോകമാണ്. 11-ാമത്തെ വിശ്വരൂപ ദർശന യോഗത്തിൽ അർജുനൻ കണ്ട വിശ്വരൂപമാണിത്. ഇതാ നോക്കൂ. ആദിമധ്യാന്തരഹിതനും അളവറ്റ പ്രഭയോട് കൂടിയവനും അസംഖ്യം കൈകളോട് കൂടിയവനും ചന്ദ്രസൂര്യന്മാരാകുന്ന കണ്ണുകളോട് കൂടിയവനും ജ്വലിക്കുന്ന അഗ്നിയാകുന്ന വായുവോട് കൂടിയവനും തേജസ് ഉറ്റു നിൽക്കുന്ന ഈ വിശ്വത്തെ തപിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായ നിന്തിരുവടിയെ ഞാൻ കാണുന്നു. അപ്പോൾ ഈ പ്രപഞ്ചങ്ങളെയെല്ലാം പ്രകാശിച്ചു നിൽക്കുന്ന അല്ലയോ ഭഗവാൻ, അവിടുത്തെ ഞാൻ കാണുന്നു. ഇതാ നോക്കൂ. അതിന് ചിന്മയാനന്ദജി വ്യാഖ്യാനം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവർത്തിക്കാനും നേടാനുള്ള കാരണമാണല്ലോ കയ്യ്. എല്ലാവരുടെ കൈകൾക്കും ശക്തി ലഭിക്കുന്നത് ആത്മചൈതന്യത്തിൽ നിന്നാകയാൽ അനന്തബാഹു എന്ന് ഇവിടെ ഭഗവാനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. പ്രകാശവും കണ്ണും പരസ്പരം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. കണ്ണില്ലെങ്കിൽ പ്രകാശത്തിന് അർത്ഥമില്ല. അതേസമയം വസ്തുക്കൾ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ മാത്രമേ കണ്ണിന് അവയെ കാണാനാവുകയുള്ളൂ. പ്രകാശമാകുന്ന ഈ മാധ്യമത്തിലല്ലാതെ കണ്ണിന് വ്യാപരിക്കാനാവില്ല. സമഷ്ടിയെയാണല്ലോ ഇവിടെ വർണ്ണിക്കുന്നത്. ലോകത്തിലെ എല്ലാവരുടെയും എല്ലാ കണ്ണുകൾക്കും
പ്രകാശം ലഭിക്കുന്നത് സൂര്യചന്ദ്രന്മാരിൽ നിന്നാകയാൽ സമഷ്ടി രൂപിയായ വിരാട് പുരുഷന്റെ കണ്ണുകൾ സൂര്യചന്ദ്രന്മാരാണ് എന്ന് ഇവിടെ നമുക്ക് കാണാം. ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന അഗ്നിയാണ് ഇന്ദ്രവിടിയുടെ വായ്. നാവിൻ്റെ ചേതനയാണ് അഗ്നി. ഭക്ഷണം ചൂടോടെ കഴിക്കുമ്പോൾ നല്ല സ്വാദ് തോന്നും. വാക്കിൻ്റെ ശക്തിയും ചൂട് തന്നെ. ചൂട് പിടിച്ച വാദപ്രതിവാദം, ചുട്ട മറുപടി, ഉജ്ജ്വല പ്രസംഗം എന്നീ പ്രയോഗങ്ങൾ നാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കാറുണ്ടല്ലോ. ശ്രോതാക്കളെ ആവേശം കൊള്ളിക്കുന്ന വാക്കുകളെ ഉജ്ജ്വലവാണികൾ എന്നാണല്ലോ സാധാരണ നാം വിശേഷിപ്പിക്കാറുള്ളത്. തണുത്ത ആഹാരത്തിന് സ്വാദില്ല, തണുപ്പൻ വാക്കുകൾക്ക് ഉശിരുമില്ല. ജ്ഞാനേന്ദ്രിയത്തിൻ്റെയും വാഗീന്ദ്രിയത്തിൻ്റെയും അസ്ഥാനമാണല്ലോ വക്രം. അഗ്നിയാണ് വിരാട് പുരുഷന്റെ വക്രമെന്ന കൽപ്പനയിലെ ഔചിത്യം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടോ, അഗ്നിയാണ് വിരാട് പുരുഷന്റെ വക്രം. അപ്പോൾ അഗ്നി വിരാട് പുരുഷന്റെ വായാണ്. അതുപോലെ സൂര്യചന്ദ്രന്മാർ വിരാട് പുരുഷന്റെ കണ്ണുകളാണ് എന്ന് പറയുന്നു. സർവ്വജീവരാശികളുടെയും അന്തര്യാമിയായി എപ്പോഴും എവിടെയും എല്ലാ അനുഭവങ്ങളെയും പ്രകാശിപ്പിക്കുന്ന ആത്മാവ് തേജോമയം തന്നെയാണ്. എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നത്, എല്ലാറ്റിനെയും പ്രകാശിപ്പിക്കുന്നതിന് പുറമെ ജഗത്തിൽ ജീവൻ നിലനിൽക്കുന്നതിനാവശ്യമായ ചൂട് പ്രദാനം ചെയ്യുന്നതും ആത്മചൈതന്യം മാത്രമേ. ഈ ലോകത്തിന് ആവശ്യമായ പ്രകാശവും ചൂടുമെല്ലാം നൽകുന്നത് ആത്മചൈതന്യമായ സൂര്യഭഗവാനാണ്. സൂര്യ തേജസ്സായ വിരാട് പുരുഷനാണ് എന്നാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ആന്തരിക സത്യങ്ങൾ, അതായത് ഇന്നേ വരെ ഉണ്ടായ ഭാരതീയ ദർശനങ്ങളുടെ ആന്തരിക സത്ത മുഴുവനും പിഴിഞ്ഞെടുത്ത സത്താണ് തിരുമന്ത്രം എന്നോർക്കുക. അതായത് ആഗമങ്ങളുടെയും അതേപോലെ തന്നെ വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും ഭാരതീയ ദർശനങ്ങളുടെയും എല്ലാം സമഗ്രമായ ഒരു സത്തയാണ് തിരുമന്ത്രമെന്ന് നമുക്കിവിടെ അനുഭവപ്പെടുന്നു. ഇതാണ് തിരുമൂലദേവന്റെ ഈ ഭാഗത്തുള്ള വിശദീകരണം. ഓം ശിവായ തിരുമൂലദേവായ നമഃ.